2024 ഏപ്രിൽ 27 ശനി. ഇന്ന് 1199 മേടം 14. വാർത്തകൾ വായിക്കുന്നത് ജി രവി. തിരഞ്ഞെടുപ്പ് കനത്ത ചൂടും നീണ്ട കാത്തിരിപ്പും ജനത്തെ വലച്ചു. പോളിംഗ് 70.80% മാത്രം. 2019 ലോക്സഭ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുകളേക്കാൾ കുറവ്. വോട്ടെടുപ്പ് പലയിടത്തും രാത്രി വരെ നീണ്ടു. 1000-ലേറെ ബൂത്തുകളിൽ 9 മണി പിന്നിട്ടു. യന്ത്രത്തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും വിനയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും പാർട്ടികളുടെ ആവേശകരമായ പ്രചാരണ കൊഴുപ്പും വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രോത്സാഹന പരിപാടികളും ഉണ്ടായിട്ടും പോളിംഗ് 70.80% താഴ്ന്നു. ഇന്ന് അന്തിമ കണക്കിൽ മണ്ഡലങ്ങളിലെയും സംസ്ഥാനത്തെയും പോളിംഗ് ശതമാനം മാറാം. ഇതിനു പുറമെ തപാൽ വോട്ടുകൾ കൂടി ചേർക്കുമ്പോൾ പോളിംഗ് ശതമാനം 72% പിന്നിട്ടേക്കാം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 77.84% പോളിംഗ്. 30 വർഷത്തിനിടെയുള്ള റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അന്ന്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രതിസന്ധിക്കിടയിലും പോളിംഗ് 74.06%-ലെത്തിയിരുന്നു. കനത്ത ചൂട് കാരണം വോട്ടർമാർ ബൂത്തുകളിലെത്താത്തതും മണിക്കൂറുകളോളം കാത്തിരിപ്പ് കാരണമുള്ള മടങ്ങിപ്പോക്കും വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. വോട്ടിംഗ് മെഷീനിലെ തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും കാരണമുള്ള കാലതാമസവും പലയിടത്തും രാത്രി 9 മണി വരെ വോട്ടെടുപ്പ് നീളാനിടയാക്കി. തിരുവനന്തപുരം, വടകര മണ്ഡലങ്ങളിലെ ഒട്ടേറെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ പതിവിൽ കൂടുതൽ സമയമെടുത്തുന്ന പരാതിയുമുണ്ട്. ആകെയുള്ള 25,231 പോളിംഗ് ബൂത്തുകളിൽ 6,000-ലധികം എണ്ണത്തിൽ 6 മണിക്കു ശേഷവും പോളിംഗ് തുടർന്നു. രാത്രി 8 മണിക്കും വോട്ടിംഗ് പൂർത്തിയാകാൻ 10% ബൂത്തുകൾ ബാക്കിയുണ്ടായിരുന്നു. 5% ബൂത്തുകളിൽ 9 മണി കഴിഞ്ഞും വോട്ട് ചെയ്യാൻ സമ്മതിദായകർ ബാക്കിയായി. രാത്രി 11 മണിയോടെയാണ് വോട്ടിംഗ് പൂർത്തിയായത്. വൈകിട്ട് 6-ന് ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പോളിംഗ് ബൂത്തുകളിൽ നിന്ന് 140 കളക്ഷൻ സെൻ്ററുകളിലെത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ 20 കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ജൂൺ 4-ന് വോട്ടെണ്ണൽ ദിനത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇനി സ്ട്രോങ് റൂം തുറക്കുക. വിവിപാറ്റ് മുഴുവൻ എണ്ണേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ, അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, മുഴുവൻ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റ് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് നിരാകരിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താൻ സാധിക്കുമെന്ന സംശയങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് മടങ്ങിയാൽ വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പഴയപടിയാകുമെന്നും നിരീക്ഷിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ട പോളിംഗ് ദിനത്തിലെ വിധി. ഒരേ നിലപാട് സ്വീകരിച്ച ജഡ്ജിമാർ വെവ്വേറെ വിധിന്യായങ്ങളാണ് എഴുതിയത്. ഹർജികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് സുപ്രീം കോടതി സാങ്കേതിക വിശദീകരണം തേടിയിരുന്നു. പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുക, വിവിപാറ്റ് സ്ലിപ്പുകൾ മുഴുവൻ എണ്ണുക, വിവിപാറ്റ് സ്ലിപ്പുകൾ വോട്ടർമാർക്ക് എടുക്കാനും അവ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും അനുവദിക്കുക എന്നീ 3 ആവശ്യങ്ങളും തള്ളിയ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഫലപ്രഖ്യാപനത്തിനു ശേഷം 5% വോട്ടിംഗ് മെഷീനുകളിലെ മൈക്രോ കൺട്രോളർ യൂണിറ്റ് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകണമെന്നാണ് ഒരു നിർദ്ദേശം. ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടത്താം. ഫലപ്രഖ്യാപനത്തിനു ശേഷം 7 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യൽ പൂർത്തിയായ ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. മാറ്റമില്ലാതെ ദേശീയ ട്രെൻഡ്. 2ാം ഘട്ടത്തിലും പോളിംഗിൽ ഇടിവ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കുറഞ്ഞു. കേരളത്തിലെന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിലും പോളിംഗിൽ ഇടിവ്. ദേശീയ തലത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 4.4% കുറവെങ്കിൽ ഇന്നലെ 2ാം ഘട്ടത്തിൽ ഏകദേശം 6% കുറവുണ്ടെന്നാണ് ആദ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ട പോളിംഗിലെ ഇടിവിനെ തുടർന്നുള്ള പരിഭ്രാന്തിയിലാണ് BJP വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞതെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 കടുത്ത പ്രസംഗങ്ങൾ രാജസ്ഥാനിൽ നടത്തിയിട്ടും ഇന്നലെ പോളിംഗ് 2019-നെ അപേക്ഷിച്ച് 4% കുറഞ്ഞു. ആദ്യഘട്ടത്തിൽ 6.26%-ആയിരുന്നു ഇടിവ്.
മധ്യപ്രദേശിൽ 9.4%, ബംഗാളിൽ 8.82%, യു പിയിൽ 7.33%, ബീഹാറിൽ 5.19%, അസമിൽ 4.14%, മഹാരാഷ്ട്രയിൽ 3.18 എന്നിങ്ങനെയാണ് ഇടിവ്. ഇവയിൽ ബംഗാൾ ഒഴികെയെല്ലാം 2019 BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളാണ്. കർണാടക, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് 2019 അപേക്ഷിച്ച് ഇക്കുറി പോളിംഗിൽ കാര്യമായ കുറവില്ലാത്തത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 88 സീറ്റുകളിൽ 63.50% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് 63.50%. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെ ആകെ പോളിംഗ് 70.09%. കേരളം, ത്രിപുര, രാജസ്ഥാൻ, മണിപ്പൂർ എന്നിവിടങ്ങളിൽ പോളിംഗ് പൂർത്തിയായി. കേരളം 20, കർണാടക 14, രാജസ്ഥാൻ 13, യു പി, മഹാരാഷ്ട്ര 8 വീതം, മധ്യപ്രദേശിൽ 6, ആസാം, ബീഹാർ 5 വീതം, ബംഗാൾ, ഛത്തീസ്ഗഡ് 3 വീതം, ജമ്മു കാശ്മീർ, ത്രിപുര, മണിപ്പൂർ 1 വീതം സീറ്റുകളിലേക്കായിരുന്നു ഇന്നലത്തെ തെരഞ്ഞെടുപ്പ്. വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് 79.46%. കുറവ് പോളിംഗ് 8 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്ന യു പിയിൽ 54.85%. സൈബർ തട്ടിപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് അനുമതി കിട്ടും. മാർഗരേഖയിൽ ഭേദഗതി വരുത്താൻ റിസർവ് ബാങ്ക്. സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചതായി സംശയിക്കപ്പെടുന്ന അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് വൈകാതെ അനുമതി ലഭിച്ചേക്കും. ഇത് സംബന്ധിച്ച മാർഗരേഖയിൽ റിസർവ് ബാങ്ക് ഭേദഗതി വരുത്തുമെന്നാണ് സൂചന. നിലവിൽ അന്വേഷണ ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ കഴിയൂ. പണം ഞൊടിയിടയിൽ പല അക്കൗണ്ടുകളിലൂടെ കടന്നു പോകുമെന്നതിനാൽ ഇത്തരം അക്കൗണ്ട് ഫ്രീസിംഗ് നടപടികൾ പലപ്പോഴും ഫലപ്രദമല്ല. തുടർച്ചയായി സൈബർ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്ന അക്കൗണ്ടുകൾ താൽക്കാലികമായി വിലക്കാൻ ബാങ്കുകൾക്ക് അധികാരം നൽകുന്ന തരത്തിലായിരിക്കും ഭേദഗതി. 527 ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഹാനികരമായ രാസസാന്നിധ്യം. ഇന്ത്യയിൽ നിന്നുള്ള ചില കറിപ്പൊടികൾ ചില രാജ്യങ്ങൾ തിരിച്ചയച്ചു. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത 527 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതായി യൂറോപ്യൻ യൂണിയൻ്റെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വെളിപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നുള്ള ചില കറിപ്പൊടികൾ എത്തിലീൻ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാനും വിദേശ രാജ്യങ്ങൾ നിരോധിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ മാനദണ്ഡപ്രകാരവും ഭക്ഷ്യവസ്തുക്കളിൽ എത്തിലീൻ ഓക്സൈഡ് അനുവദനീയമല്ല. കൂടുതൽ സാമ്പിളുകളിൽ രാസസാന്നിധ്യം കണ്ടെത്തിയത് ചിലയിനം പരിപ്പുകളിലും എള്ളിലുമാണ്. ഗാസ യുദ്ധം. ഈജിപ്ത് സംഘം ഇസ്രായേലിലേക്ക് ഒരാഴ്ച തികയും മുൻപേ റൂഹും വിടവാങ്ങി. റഫയിൽ കഴിഞ്ഞയാഴ്ച കൊല്ലപ്പെട്ട യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത്. റഫയിൽ ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പലസ്തീനി യുവതി മരണത്തിന് മുൻപ് ജന്മം നൽകിയ പെൺകുഞ്ഞും വിടവാങ്ങി. സബ്രീൻ അൽ റൂഹ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റഫയിലെ വീട്ടിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നാണ് ഗർഭിണിയായ സബ്രീന് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിലെത്തിച്ച സുബ്രീൻ്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞത് വാർത്തയായിരുന്നു. സബ്രീൻ്റെ 3 വയസ്സുള്ള മകൾ മലാക്കും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മാസം തികയാതെ പിറന്ന റൂഫ് വ്യാഴാഴ്ചയാണ് മരിച്ചത്. റഫയുടെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തലിന് പുതിയ കരാറുമായി ഇസ്രായേലിലേക്ക് മധ്യസ്ഥരായ ഈജിപ്ത് ഉന്നത സംഘത്തെ അയച്ചു. രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് റഫയിലേക്ക് ഉടൻ സൈനിക നീക്കമുണ്ടാകുമെന്ന സൂചന ശക്തമാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 34,356 പേർ കൊല്ലപ്പെട്ടു. 77,368 പേർക്ക് പരിക്കേറ്റു. 300-ലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നുള്ള ഫോറൻസിക് തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് സുപ്രധാനമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവിയുടെ വക്താവ് പറഞ്ഞു. ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഗാസ നയത്തിൽ പ്രതിഷേധിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറബിക് വക്താവ് ഹല റഹാരിത്ത് രാജിവെച്ചു. ബന്ദികളെ അടിയന്തരമായി വിട്ടയക്കണമെന്ന 18 രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഹമാസ് തള്ളി. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഈ രാജ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ കെട്ടിടാവശിഷ്ടങ്ങളും പൊട്ടാത്ത ബോംബുകളും നീക്കം ചെയ്യാൻ കുറഞ്ഞത് 14 വർഷമെടുക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസി അറിയിച്ചു. ഊട്ടിയിലേക്കുള്ള വഴിയിൽ ഗതാഗത നിയന്ത്രണം. ലോറി, ട്രക്ക് മുതലായവയ്ക്ക് പകൽ യാത്രാനുമതിയില്ല. ഊട്ടി സീസൺ തുടങ്ങിയതോടെ തിരക്കേറി.
സീസൺ തുടങ്ങിയതോടെ ഊട്ടിയിലേക്ക് ഗതാഗത നിയന്ത്രണം. ഇന്നും നാളെയും കൂടാതെ മെയ് 1 മുതൽ 31 വരെയാണ് നിയന്ത്രണം. ഇതനുസരിച്ച് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ബർലിയാർ കൂനൂർ വഴിയും തിരികെ മേട്ടുപ്പാളയത്തേക്ക് കോത്തഗിരി വഴിയുമാണ് വാഹനങ്ങൾ പോകേണ്ടത്. ലോറി, ട്രക്ക് മുതലായവയ്ക്ക് ഈ റൂട്ടിൽ പകൽ സമയത്ത് യാത്രാനുമതിയില്ല. രാത്രി 8-ന് ശേഷമേ ഇത്തരം വാഹനങ്ങൾ ഈ വഴിയിലൂടെ പോകാൻ പാടുള്ളൂ. ശുഭദിനം. നന്ദി.